ക്രൂശിത രക്ഷക വിമോചന. നമ്മൾ കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചൊക്കെ ധ്യാനിക്കുന്ന ദിവസങ്ങളാണ്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം. ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിച്ചിരിക്കണേ. യേശു കടന്നു പോകുന്നതിന് മുമ്പ് യേശു ചെയ്ത വലിയൊരു കാര്യമാണ്, തൻ്റെ അപ്പസ്തോലന്മാർക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചു. എന്ന് പറഞ്ഞാൽ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരന്തരം പുലർത്തേണ്ട ഒരു ജാഗ്രതയാണ് വചനം പറയുന്നത്. ദൈവം നമ്മളെ ഏൽപ്പിച്ച് തന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ചില ജീവിതങ്ങളുണ്ട്. ദൈവം നമ്മുടെ കൂടെയായിരിക്കാൻ, ദൈവം നമ്മുടെ കൂടെ വസിക്കാൻ ചിലരെയൊക്കെ ദൈവം നമുക്ക് തെരഞ്ഞെടുത്ത് തന്നിട്ടുണ്ട്. അങ്ങനെ ദൈവം തെരഞ്ഞെടുത്ത് നൽകിയവർക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചതുപോലെ പിതാവായ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി തെരഞ്ഞെടുത്ത് തന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വലിയൊരു ഉത്തരവാദിത്വമുണ്ടെന്ന് യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുമ്പ് യേശു തൻ്റെ തെരഞ്ഞെടുത്ത് നൽകപ്പെട്ട അപ്പസ്തോലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ പിതാവായ ദൈവം നമുക്ക് തെരഞ്ഞെടുത്ത് തന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വമുണ്ട്, ദൗത്യമുണ്ട്. ഹല്ലേലൂയ. ഇനിയിപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ കുടുംബത്തിലൊക്കെ എത്ര പേരുണ്ടെന്ന് നിങ്ങൾക്ക് അറിയത്തുള്ളൂ. ചിലപ്പോൾ അപ്പനുണ്ടാകാം, അമ്മയുണ്ടാകാം, മാതാപിതാക്കളുണ്ടാകാം, സഹോദരങ്ങളുണ്ടാകാം, മക്കളുണ്ടാകാം. എല്ലാ ദിവസവും ഇവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? സന്ധ്യാപ്രാർത്ഥനയൊക്കെ ഉണ്ട്, അതല്ല ഞാൻ ചോദിക്കുന്നത്. സന്ധ്യാപ്രാർത്ഥനയുണ്ട്, ചില കുടുംബങ്ങളിൽ അതുമില്ല, അത് പോട്ടെ, അതല്ല നമ്മുടെ വിഷയം. വിശുദ്ധ കുർബാനയുണ്ട്, സന്ധ്യാപ്രാർത്ഥനയുണ്ട്, ജപമാല പ്രാർത്ഥനയുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ആത്മാർത്ഥമായിട്ട് ദൈവം നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ചിലരുണ്ടല്ലോ, ഒരുമിച്ച് വസിക്കുന്നവര്. നമുക്കറിയാം, ഈ ലോകത്ത് നമുക്ക് വളരെ വിരലിലെണ്ണാവുന്ന ബന്ധങ്ങളേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ തന്നവർക്ക് വേണ്ടി, ദൈവം തന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം നമുക്ക് തരുന്ന കാതലായ സന്ദേശം. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത വിഷയമാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്തവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 9-ാമത്തെ തിരുവചനം ഒന്ന് എടുക്കാവോ? 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യേശു അടിസ്ഥാനപരമായിട്ട് ഈ വചനഭാഗത്തിൽ, ഈ അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തത് 17:9 നമ്മൾ കാണുന്നുണ്ട്. ഞാൻ അവർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ലോകത്തിന് വേണ്ടിയല്ല, അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഈശോ പറയാണ്, ലോകത്തിന് വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, മറിച്ച് ലോകത്തിൽ നീ എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഇനി വചനം 11-ാമത്തെ വചനം, ഇനിമേൽ ഞാൻ ലോകത്തിലല്ല, എന്നാൽ അവർ ലോകത്തിലാണ്, ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരികയാണ്. ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുവാണ്, ഞാൻ അങ്ങയുടെ പിതാവെ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുവാണ്. അപ്പോ ഇനി ഇവർ ലോകത്തിൽ തുടരേണ്ടവരാണ്. അതുകൊണ്ട് ഞാൻ ഇവർക്ക് വേണ്ടി, ലോകത്തിലായിരിക്കുന്ന ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഈശോ പറഞ്ഞത് ഇങ്ങനെയാണ്, പരിശുദ്ധനായ പിതാവേ, നമ്മെ പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. ഞാൻ അവരോടുകൂടെ ആയിരുന്നപ്പോൾ അങ്ങ് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തില് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. ഈശോയ്ക്ക് അറിയാം, ഈശോ കടന്നു പോകുമ്പോൾ യേശു ആയിരുന്നു അവരെ ഒന്നിപ്പിച്ച് നിർത്തിയ ഘടകം. യേശുവായിരുന്നു വ്യത്യസ്ത സ്വഭാവങ്ങളും വ്യത്യസ്ത തലങ്ങളിൽ നിന്നും വന്ന അപ്പസ്തോലന്മാരെ ഒരുമിച്ച് കൊണ്ടുപോയ, ഒരുമിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് യേശുവായിരുന്നു. അതുകൊണ്ട് യേശുവിനറിയാം, താൻ കടന്നു പോകുമ്പോൾ, താൻ അവരെ വിട്ട് ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ അവരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അവസ്ഥ, അവർ ഭിന്നിച്ചു പോകാൻ സാധ്യതയുണ്ട്, അവര് വിഭജിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് യേശു പറഞ്ഞു, അപ്പാ നമ്മൾ ഒന്നായിരുന്നത് പോലെ ഇവരും ഒന്നായിരിക്കേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്നാണ്. എന്ന് പറഞ്ഞാൽ ഐക്യത്തിന് വേണ്ടി യേശു പ്രാർത്ഥിച്ചു. നമ്മളൊക്കെ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് തിരുസഭയ്ക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ, സഭാ കൂട്ടായ്മയ്ക്ക് വേണ്ടി, ഇടവക ജനത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആത്യന്തികമായി പ്രാർത്ഥിക്കേണ്ട, മനസ്സിൽ സൂക്ഷിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്, കർത്താവേ ഐക്യമുണ്ടാകട്ടെ, ഭിന്നത മാറട്ടെ. ഇന്ന് പിശാച് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന, പിശാചിന്റെ ഏറ്റവും വലിയ കെണി എന്താണെന്നറിയാവോ? പരിശുദ്ധാത്മാവില്ലാത്ത ജീവിതങ്ങളിലൂടെ പിശാച് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ കെണി ഭിന്നത വിതയ്ക്കും. ഭിന്നത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് മക്കളെ. നമ്മൾ ശരിക്കും വെച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ കുടുംബങ്ങളില്, സഭയിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഭിന്നതയുടെ അരൂപി ബന്ധിക്കപ്പെടണം. ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഈ പിശാച് ശരിക്കും കയറി നടക്കുന്നുണ്ട്, ഭിന്നതയുടെ അരൂപി.
മക്കളെ, ഇന്നു മുതൽ നമ്മുടെ പേഴ്സണൽ പ്രയറിൽ, വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവം നമ്മളെ ഏൽപ്പിച്ച് തന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കേണ്ട വിഷയം എന്താണെന്നറിയാവോ? കർത്താവേ, ഇവിടെ സമാധാനത്തിന്റെ ഐക്യം ഉണ്ടാകണം, ഭിന്നതയുണ്ടാകരുത്. ഏതെങ്കിലും കുടുംബങ്ങളിൽ ഭിന്നതയുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, അവിടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല, കേവലം ലൗകികതയുടെ അരൂപിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നേ ഇല്ല. സഹോദരങ്ങളോട് മാത്രമല്ല, ദൈവത്തോടുള്ള ഐക്യം പോലും തകർന്നു പോകും. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 7-8 തിരുവചനങ്ങളിൽ യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തോട് ഐക്യപ്പെട്ട് ദൈവത്തോട് ചേർന്നിരിക്കുവിൻ, അപ്പോൾ ദൈവം നിങ്ങളോട് ചേർന്നിരിക്കും. പിശാചിനെ നിങ്ങൾ ചെറുത്ത് നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്നും ഓടിയകലും എന്നാ വചനം പറയുന്നത്. കൂപ്പുകരങ്ങളോടെ അൽത്താരയിൽ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കാണാം. ഒത്തിരി സ്നേഹത്തോടെ, തമ്പുരാനെ, നീ എൻ്റെ ജീവിതത്തിന്റെ സങ്കടങ്ങളുടെ മേൽ ഇറങ്ങി വരാൻ പറഞ്ഞുകൊണ്ട്, എൻ്റെ ജീവിതത്തിന്റെ ദുഃഖ ദുരിതങ്ങളുടെ മേൽ തമ്പുരാനെ നീ പ്രവർത്തിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ, ഹൃദയം വിങ്ങുന്ന വേദനയോടെ ഹൃദയത്തിന്റെ ഭാരങ്ങളെല്ലാം കർത്താവിങ്കിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണു തുറന്ന് ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. മക്കളെ, ഈ നിമിഷങ്ങളിൽ 31-ാം സങ്കീർത്തനം അതിന്റെ 19-ാമത്തെ തിരുവചനം നമ്മുടെ ഹൃദയത്തിൽ അലയടിക്കട്ടെ. 31:19. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്. സങ്കീർത്തകൻ പറയാണ്, കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്. തന്റെ ഭക്തർക്കു വേണ്ടി അവിടുന്നവ ഒരുക്കി വെച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി അങ്ങ് നൽകുന്നു. നോക്കിക്കേ, ഇതൊരു വചനമാണെന്ന് നോക്കിയേ. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്, എത്രയോ വലുതാണ് അങ്ങയുടെ അനുഗ്രഹങ്ങൾ. തന്റെ ഭക്തർക്കു വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വെച്ചിരിക്കുന്നു. നിന്നെ കർത്താവ് ആരാധനയ്ക്കായി ഒരുക്കിയത്, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിന്നെ ഒരുക്കിയത്, മോനെ, കർത്താവ് നിനക്ക് തരാനുള്ളതെല്ലാം ഒരുക്കി വെച്ചിട്ടാ. വിശ്വസിക്ക്. എന്നിട്ട് വചനം പറയുകയാണ്, അവിടുന്ന് അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകും. ചുമ്മാ ഒളിച്ചും പാത്തൊന്നുമല്ല. കർത്താവിൽ അഭയം തേടുന്ന ദൈവമക്കൾക്ക് ദൈവം തന്റെ അനുഗ്രഹങ്ങൾ പരസ്യമായിട്ട് നൽകും. മക്കളില്ലേ, മക്കളെ തരും. ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത, ആർക്കും അവിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ പരസ്യമായി ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടുമെന്നാ പറയുന്നത്. കർത്താവേ, ദൈവഭക്തർക്കായി നീ ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയോ വിപുലമാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തിന്റെ കാരുണ്യത്തിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് ആ അനുഗ്രഹങ്ങളെല്ലാം പരസ്യമായിട്ട് നൽകും. യെസ് എന്ന് പറഞ്ഞാൽ നിനക്ക് ഈ ജനത്തിന്റെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്താൻ തക്ക വിധത്തിൽ ദൈവം നിന്റെ ജീവിതത്തെ തൊടുന്നു. ആർക്ക് നിഷേധിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുമെന്നായി പറയുന്നത്. ആർക്ക് നിഷേധിക്കാൻ പറ്റാത്ത രീതിയിൽ പരസ്യമായിട്ട് നിന്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടും. വിശ്വസിച്ചേ, ഒന്ന് വിശ്വസിച്ചേറ്റെടുത്തേ. മോനെ, നിന്റെ ജീവിതത്തിൽ നീ എന്തെല്ലാം കാണണം, എന്തെല്ലാം നിന്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ, മക്കളിൽ, ഭർത്താവിൽ, ഭാര്യയിൽ, മാതാപിതാക്കളിലൊക്കെ ദൈവം അത്ഭുതം ചെയ്തത് കാണണം. അതിപ്പോൾ തന്നെ കാണ്, വിശ്വാസത്തിൽ കാണും. എന്നിട്ട് ദൈവത്തിൽ ആശ്രയിക്കും. ദൈവഭക്തി എന്ന് പറയുന്നത് എന്നാന്നറിയാവോ? സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. അതാണ് ദൈവഭക്തി എന്ന് പറഞ്ഞത്. അതായത് തിന്മ ലവലേശമില്ലാതെ വിശുദ്ധിയിലും തന്റെ പരിശുദ്ധിയിലും പങ്കുകാരിയായി ജീവിക്കുന്നതാണ് എന്ത്? ദൈവഭക്തൻ, ദൈവഭക്ത എന്ന് പറയുന്നത്. അപ്പോ
പാപരഹിത ജീവിതം നയിക്കാൻ തുടങ്ങുമ്പോൾ, എന്നിട്ട് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ, മോനെ നീ നിശ്ചയമായും അനുഗ്രഹിക്കപ്പെടും. പരസ്യമായി ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഇത് വിശ്വസിക്കുക. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. തമ്പുരാനെ, നിന്നെ അധികമായ അളവിൽ സ്നേഹിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. നിന്റെ വചനം കൂടുതൽ ധ്യാനിക്കാൻ, നിന്റെ സ്നേഹത്തിൽ കൂടുതൽ ആഴപ്പെടാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. മുട്ടുകുത്തി കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.